15-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഉസ്താദായ മുഹമ്മദ് ബിൻ ഖാലിദ് അസ്സഞ്ചി എന്ന് പറയുന്ന അധ്യാപകൻ അദ്ദേഹത്തിന് ഫത്വ കൊടുക്കാനുള്ള റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ലോകമറിയപ്പെട്ട പണ്ഡിതനാണ് ഇമാം ഷാഫി റഹ്മഹുല്ലാഹ്. 7-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഖുർആൻ മുഴുവനായിക്കൊണ്ട് മനപ്പാടാക്കി. 10-ാമത്തെ വയസ്സിൽ ഇമാം മാലിക് റഹ്മഹുല്ലായുടെ മുവത്ത എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം കാണാതെ പഠിച്ചു. 15-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഉസ്താദായ മുഹമ്മദ് ബിൻ ഖാലിദ് അസ്സഞ്ചി എന്ന് പറയുന്ന അധ്യാപകൻ അദ്ദേഹത്തിന് ഫത്വ കൊടുക്കാനുള്ള അംഗീകാരം നൽകി. ഇങ്ങനെ ലോകമറിയപ്പെട്ട പണ്ഡിതനായ ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഉസ്താദായ വഖീഇനോട് പറയുന്നുണ്ട്, ഉസ്താദേ, ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഉസ്താദിനോട് ചോദിക്കുന്നതും ഉസ്താദ് അതിന് തിരിച്ച് മറുപടി പറയുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് ഒരു കവിത രൂപത്തിൽ മനോഹരമായിക്കൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഉസ്താദിനോട് പരാതി പറയുന്നതും ഉസ്താദ് അതിന് തിരിച്ചു കൊടുത്ത മറുപടി, നീ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം, തിന്മകൾ പാടെ ഒഴിവാക്കണം എന്നുള്ളതാണ്. കാരണം അറിവ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ നൂറാണ്, അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. അത് പാപിയായ ഒരാളുടെ ജീവിതത്തിൽ ഒരിക്കലും ആ പ്രകാശം ഉണ്ടാവുകയില്ല എന്ന രൂപത്തിൽ വഖീഅ് എന്ന് പറയുന്ന ഉസ്താദ് അതിന് മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും തിന്മകൾ ഒഴിവാക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.